ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. അപ്പോൾ ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ നമ്മൾ 21 ദിവസം 12/12 അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്താണെന്നറിയില്ല, എൻ്റെ ഭാഗ്യദോഷമാണോ അതോ ഞാൻ ചെയ്തതിൻ്റെ തെറ്റാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും 12/12 എന്ന് എഴുതിയതിൽ എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് നടന്നിട്ടില്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഞാനിത് ഒരുപാട് വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ 90% അല്ല 100%ഉം ഞാൻ ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് പേര് താഴെ കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു. എഴുതിയൊരു വ്യക്തിയിൽ ഒരുപാട് പേര് താഴെ കമൻറ്റിലുണ്ടായിരുന്നു അവർക്ക് 12/12 എന്നുള്ള ഏഞ്ചൽ നമ്പർ എഴുതിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആനയെ അമ്പാരിയും പോലെ വലിയ കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ എൻ്റെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ആഗ്രഹിച്ചതും നടക്കണമെന്ന് ആഗ്രഹിച്ചതും ഒന്നും അതല്ലായിരുന്നു എൻ്റെ യൂട്യൂബ്. അപ്പം ഞാനത് പറയാമെന്ന് പറഞ്ഞു. നടന്നാലും നടന്നില്ലെങ്കിൽ നിങ്ങളോട് എൻ്റെ ആഗ്രഹമാണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് 4000 അവേഴ്സ് വേണം മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ചാനൽ ഇപ്പോൾ വളരെ അധികം അങ്ങ് ഗ്രോ ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിലെങ്കിലും ഗ്രോ ആയി തുടങ്ങിയിട്ടുള്ള ചാനലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇത്രയും, അതായത് ഞാൻ 21 ദിവസം കൊണ്ട് 4000 വാച്ച് അവറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 2000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് അത്രയും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സംഭവം അത് നടന്നിട്ടില്ല കേട്ടോ. എനിക്കതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതിരുന്നു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവുമോ ഇല്ലയോ? സംഭവം അത് തന്നെയാണ്. എനിക്കും ചെറിയ വിഷമങ്ങളുണ്ട്. പക്ഷേ ആൾക്കാരിങ്ങനെ പറ്റിക്കാമോ എന്ന് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. അതിൽ ഒരുപാട് പേര് കമൻറ്റിൽ എഴുതുന്നുണ്ട് അവർക്ക് നടന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ കാര്യങ്ങൾക്കൊക്കെ 12 എന്ന് എഴുതിയാൽ പോരെ, എന്തിനാ ആൾക്കാർ പോയി ഇത്രയും ജോലി ചെയ്ത് ജീവിക്കുന്നത്? 12 എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ന് എഴുതിയതിന് ശേഷം ജോലിക്കൊന്നും പോകേണ്ട, വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ. ഇത്ര രൂപ എനിക്ക് ഇത്ര രൂപ കിട്ടണം, ഇത്ര ദിവസത്തിനകത്ത് വെച്ച് 12 എഴുതിയാൽ മതി, 21 ദിവസം കൊണ്ട് നമുക്ക് സംഭവം നടന്നു കിട്ടത്തില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എനിക്ക് അതാണ് തോന്നുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടും. പിന്നെ ഇനി 12 നമ്പറിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. 12 നമ്പർ ഒരു ഏഞ്ചൽ നമ്പർ തന്നെയാണ്. ആ ഒരു നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രതീക്ഷയാണ്. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രതീക്ഷയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത് എന്താ പറയുക, ആ ഒരു പ്രതീക്ഷ, നമുക്കൊരു കാര്യം നടക്കണം എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എഴുതാം എന്നൊന്നും. പക്ഷേ ആൾക്കാർ ഇങ്ങനെയൊക്കെ, അതായത് അവരുടെ വീഡിയോയുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അപ്പോഴും അവിടെ നിലനിൽപ്പുണ്ടേ. അപ്പോൾ അതൊക്കെ അവിടെ പോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എനിക്കതിലിപ്പോൾ വിശ്വാസവും ഇല്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്കതിനുള്ള ഇത് കിട്ടും. അതിന് ദൈവം നമുക്ക് തരും. ദൈവം ഉണ്ടതിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇങ്ങനെ 12 പിന്നെ വേറെ ഏതൊക്കെയോ നമ്പറുമായിട്ട് വീണ്ടും ആ ഒരു വ്യക്തി വീണ്ടും വരുന്നുണ്ട്. നല്ല റീച്ചാണ് പുള്ളിക്കാരിക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു അവരിപ്പോൾ അത് മാത്രമാണ് ഇടുന്നത്. അതിന് മുമ്പൊക്കെ അവരുടെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുള്ളും നമ്പറും, ഇപ്പോൾ ഈ ഇടയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തോ കള്ളുകൂടിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയാൻ വയ്യ അങ്ങനെയൊക്കെ നടക്കുമെന്നൊന്നും. ആരെന്ത് വിചാരിച്ചാലും അവനവൻ നന്നാവണമെന്ന് വിചാരിച്ചാൽ മാത്രമേ അവനവന് നന്നാവാൻ പറ്റൂ. അവനവൻ വിചാരിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, എടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളോടൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. സംഭവം ഇതേ ഉള്ളൂ, എനിക്ക് നടന്നിട്ടില്ല. ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഈ 12 ഇങ്ങനെ ആരെയും പറ്റിക്കാതിരിക്കുക. ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവാം. ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അത് അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ ഒരു വീഴ എന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ അവരുടെ ഒരു തുണ്ടൊക്കെ ചിലപ്പോൾ വീണമെന്നൊക്കെ ഇരിക്കാം. അത് 12 എഴുതുകൊണ്ടാണോ എന്തോ എനിക്കറിയാൻ വയ്യ. അപ്പോൾ 12 എഴുതി നടക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോവാം. എന്നെ ആരെയും പൊങ്കാലയൊന്നും ഇടാൻ വന്നേക്കരുത്. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാനൊന്നും നമ്മളില്ല. അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞ് ഉള്ളതുപോലെ വീഡിയോ എടുത്ത് ഉള്ള കാര്യം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റും. ഞാൻ ഈ ഒരു 12 എന്ന് എഴുതുന്നത് കുറച്ച് പേര് നിങ്ങൾ എഴുതുന്നതിൻ്റെ തെറ്റാണ്. 12 ഒരു പ്രാവശ്യം മാത്രമേ എഴുതാവൂ. ഞാൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ എഴുതിയുള്ളൂ. രാവിലെ 6 മണിക്കും വൈകിട്ട് 7 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഞാനൊരു ട്രെയിൻ യാത്രയിലായിരുന്നു. എന്നിട്ട് പോലും ഞാൻ ആ 12 എന്നുള്ള ഒരു നമ്പർ എഴുതാൻ വിട്ടിട്ടില്ല. കാരണം എനിക്ക് നിങ്ങൾക്ക് സത്യമായ ഒരു കാര്യമാണ് പറഞ്ഞു തരേണ്ടത്. ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ.